ലോക അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിനടിയിൽ ആർക്കും പ്രവേശനമില്ലാത്ത 22ഓളം രഹസ്യമുറികളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പതിറ്റാണ്ടുകളായി പൂട്ടിയിട്ടിരിക്കുന്ന ഈ മുറികൾക്കുള്ളിൽ എന്താണുള്ളത്? അവിടെ ശരിക്കും വിലപിടിപ്പുള്ള നിധികളുണ്ടോ? അതോ രാജവംശത്തിന്റെ മറ്റേതെങ്കിലും രഹസ്യങ്ങളോ? ലക്ഷക്കണക്കിന് ആളുകൾ തിരയുന്ന ആ സത്യം നമുക്ക് എന്താണെന്ന് നോക്കാം. ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രിയ പത്നി മുംതാസിനായി സമർപ്പിച്ച പ്രണയ സ്മാരകമാണ് താജ്മഹൽ എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഇതിന്റെ പ്രധാന കല്ലറയ്ക്ക് താഴെയായി യമുന നദിക്ക് അഭിമുഖമായി ഒരു വലിയ ബേസ്മെന്റ് ഉണ്ട്. അവിടെയാണ് ഈ 22 മുറികൾ സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങളായി സാധാരണക്കാർക്കോ വിനോദസഞ്ചാരികൾക്കോ ഇവിടേക്ക് പ്രവേശനമില്ല. അത് തന്നെയാണ് ഈ മുറിക്കുള്ളിൽ ചുറ്റിപ്പറ്റി ഒട്ടനവധി കഥകൾ പ്രചരിപ്പിക്കാൻ കാരണമായത്. ഈ മുറിയെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. താജ്മഹൽ നിർമ്മിക്കുന്നതിന് മുൻപ് അത് തേജോ മഹാലയ എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രമായിരുന്നു എന്നാണ്. എന്നാൽ എന്താണ് ഇതിന്റെ യഥാർത്ഥ സത്യം? 2022 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അഥവാ ASI ഈ മുറികൾ തുറന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുകയും അതിന്റെ ചിത്രങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിടുകയും ചെയ്തു. അപ്പോഴാണ് വർഷങ്ങളായുള്ള നിഗൂഢതയ്ക്ക് അറുതിയായത്. ഈ മുറികൾക്കുള്ളിൽ വിഗ്രഹങ്ങളോ രഹസ്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെറും സാധാരണ മാർബിൾ ചുവരുകളും തൂണുകളും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മുറികൾ പൂട്ടിയിട്ടിരിക്കുന്നത്? വർഷപ്പഴക്കം കൊണ്ട് കെട്ടിടത്തിന്റെ അടിത്തറയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനും സുരക്ഷാ കാരണങ്ങളാലുമാണ് ഇവ അടച്ചിട്ടിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടി മാർബിളുകൾക്ക് കേടുപാട് വരാതിരിക്കാൻ ശാസ്ത്രീയമായ കാരണങ്ങളാലും ഈ ഭാഗം സംരക്ഷിക്കപ്പെടുന്നു. താജ്മഹലിനെ കുറിച്ചുള്ള ഈ അറിവ് നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? തേജോ മഹാലയ താജ്മഹലിന്റെ അടിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യുക. Thank you for watching.